ഒരാളുടേത് കൊലപാതകമാണെങ്കിൽ ആരാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, കൊലയാളിക്ക് അവസാനം ശിക്ഷ ലഭിച്ചോ ഇല്ലയോ, ഇങ്ങനെ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തും. ഇനി കൊലപാതകമല്ല സ്വാഭാവിക മരണമാണെങ്കിൽ എങ്ങനെയാണ് മരിച്ചത്, അതിനും തീർച്ചയായും ഒരു എൻഡിങ് ഉണ്ടാകും. എന്നാൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന അത്യന്തം വിചിത്രമായ ഒരു കേസിനെ കുറിച്ചാണ്. ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ അപകടമാണോ? ഈ ഒരു വിഷയം ഇന്നും ആളുകൾക്കിടയിൽ ഒരു തർക്ക വിഷയമാണ്. വിവിധ തരത്തിലുള്ള ഫോറൻസിക് പരിശോധനകൾ നടന്നു. ഇതിനുവേണ്ടി ശവകുടീരത്തിൽ നിന്ന് മൃതദേഹം പോലും പുറത്തേക്കെടുത്തു. പക്ഷെ അതിനുശേഷവും ആളുകൾക്ക് ഈ കേസിനെ കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും തുടർന്നു. ഇന്ന് പറയാൻ പോകുന്ന കഥ അത്തരമൊരു കേസിനെ കുറിച്ചാണ്. തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെയും നിങ്ങളെ പിടിച്ചിരുത്തും. ഒരു വശത്ത് ഇതിന് പിന്നിൽ ഗൂഢാലോചന അല്ലെങ്കിൽ രഹസ്യമായ ഒരു കൊലപാതകം എന്നൊക്കെ തോന്നിയാലും മറുവശത്ത് ഇത് വെറും അനാസ്ഥ അല്ലെങ്കിൽ ഒരു അപകടമാണ് എന്നൊക്കെ തോന്നിപ്പോകും. അത്രയേറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഒരുപാട് സസ്പെൻസ് ഉള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു നഗരത്തിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇവിടെ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അവളുടെ പേര് സനം ഹസൻ. അവൾക്ക് 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ഫാഷൻ ഡിസൈനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 2ാം വർഷം പഠിക്കുകയായിരുന്നു. പൂനെയിലെ വിമൺ നഗറിലുള്ള സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിലാണ് അവൾ പഠിച്ചിരുന്നത്. കൂടാതെ അവൾ ഫിറ്റ്നസിലൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. ദിവസം 2 തവണ വ്യായാമം ചെയ്യും, ജിമ്മിൽ പോകും. ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. സനം ഹസന്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് മാതാപിതാക്കളും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. 3 പേര് മുംബൈയിലായിരുന്നു താമസിച്ചിരുന്നത്. സനം മാത്രമാണ് പഠനത്തിനായി പൂനെയിലേക്ക് വന്നത്. അവൾ സിംബയോസിസ് യൂണിവേഴ്സിറ്റിയിലെ ഗേൾസ് ഹോസ്റ്റലിൽ തന്നെ താമസിച്ചു. അവളുടെ കുടുംബവും സാമ്പത്തികമായി വളരെ നല്ല നിലയിലായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ സനം തന്റെ ചില ചെലവുകളൊക്കെ നിറവേറ്റുവാൻ വേണ്ടി പ്രശസ്ത ബ്രാൻഡായ എൽഡോ എന്ന ഷോറൂമിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. ഈ ഷോറൂം ഫീനിക്സ് ഷോപ്പിംഗ് മാളിലായിരുന്നു. സനം ഹസൻ ഒരു ബുദ്ധിമതിയും പ്രതിഭാശാലിയുമായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ തന്റെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കുമായിരുന്നു. അതായത് അവൾ ഏത് മേഖലയിലും മുന്നിലായിരുന്നു. അതിനാൽ തന്നെ അവളുടെ മാതാപിതാക്കൾക്കും അവളിൽ അതിയായ അഭിമാനമുണ്ടായിരുന്നു. പഠനത്തിലും അവൾ മികച്ചവളായിരുന്നു. പോരാത്തതിന് സ്വന്തം ചിലവുകൾ അവൾ സ്വയമേ നിറവേറ്റുന്നുമുണ്ട്. പക്ഷേ അതത്ര ആവശ്യമല്ലായിരുന്നു. കാരണം കുടുംബത്തിന് അത്രയേറെ പണവുമുണ്ട്. എങ്കിലും അവൾ സമ്പാദിക്കുന്നതിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2012 വർഷം ഒക്ടോബർ മാസം. ആ മാസം സനം ഹസന്റെ പിറന്നാളായിരുന്നു. സനം പൂനെയിലെ ഫീനിക്സ് മാളിലെ എൽഡോ ഷോറൂമിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അവൾക്ക് അവിടെ ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ മനീഷ് വിജയ്. പ്രായം ഏകദേശം 23 വയസ്സ്. സനം ഹസന്റെ ജന്മദിനം ഒക്ടോബർ 2-ാം തീയതിയാണെന്ന് അറിഞ്ഞപ്പോൾ ഈ മനീഷ് തന്റെ ചില പൊതു സുഹൃത്തുക്കളുമായി ഒരു ജന്മദിന പാർട്ടി സംഘടിപ്പിച്ചു. സനം സാധാരണ പാർട്ടികൾക്കൊന്നും പോകുന്ന പെൺകുട്ടിയല്ല. അവൾക്ക് അത്തരം ആഘോഷങ്ങളോട് താല്പര്യവുമില്ല. പക്ഷേ സുഹൃത്തുക്കൾ അവൾക്ക് വേണ്ടി പാർട്ടി ഒരുക്കിയതായി പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറയാനും മനസ്സ് വന്നില്ല. ഒക്ടോബർ 2-ാം തീയതി രാത്രിയായിരുന്നു ആ പാർട്ടി സംഘടിപ്പിച്ചത്. പാർട്ടിയിൽ പങ്കെടുക്കാൻ അവൾ അച്ഛനോട് അനുവാദം ചോദിച്ചു. സുഹൃത്തുക്കളും ഫോൺ ചെയ്ത് സനം ഹസന്റെ അച്ഛനോട് സംസാരിച്ചു. അവസാനം അച്ഛൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 2012 ഒക്ടോബർ മാസം 2-ാം തീയതി സനം ഹസന്റെ പിറന്നാൾ ദിവസം. അന്ന് രാവിലെ അവളുടെ അമ്മ, അച്ഛൻ, സഹോദരൻ എല്ലാവരും മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് എത്തി. വിമൻ നഗറിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. അവിടെ തന്നെയാണ് അവർ കുടുംബമായി സനത്തിന്റെ ജന്മദിനം ആഘോഷിച്ചതും. സുഹൃത്തുക്കൾ രാത്രി പാർട്ടി സംഘടിപ്പിച്ചതിനാൽ സനം അന്നത്തെ ദിവസം മുഴുവനും മാതാപിതാക്കളോടും സഹോദരനോടുമൊപ്പം താമസിച്ചു. എന്നിട്ടൊരു വൈകുന്നേരത്തോടു കൂടി അവൾ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയി. കുടുംബം അതേ ഹോട്ടലിൽ തന്നെ താമസിക്കുകയും ചെയ്തു. അവർ അടുത്ത ദിവസം രാവിലെ മുംബൈയിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി. സുഹൃത്തുക്കളുടെ പാർട്ടി പൂനെയിലെ ബഡ്ഗാവ് ഷഹരി എന്ന പ്രദേശത്തെ ബ്രഹ്മോ സിറ്റിയിലെ ഒരു റെന്റൽ ഫ്ലാറ്റിലായിരുന്നു. ആ ഫ്ലാറ്റും ആ സുഹൃത്തുക്കളിൽ ഒരാളുടേതായിരുന്നു. പാർട്ടിയിൽ ഏകദേശം 17 പേർ പങ്കെടുത്തു. ചിലർ കോളേജ് സുഹൃത്തുക്കളും ചിലർ ഈ എൽഡോ ഷോറൂമിലെ സഹപ്രവർത്തകരുമായിരുന്നു. രാത്രി മുഴുവനും അവർ പാർട്ടി നടത്തി. പക്ഷെ അടുത്ത ദിവസം ഒക്ടോബർ മാസം 3-ാം തീയതി രാവിലെ ഒരു 8:30 സനം ഹസന്റെ അച്ഛൻ ഒരു ഫോൺ കോൾ വന്നു. ആ കോളിൽ പറഞ്ഞത് സനത്തിന് നല്ല സുഖമില്ല, ആരോഗ്യനില വളരെ മോശമാണ്, അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, ഉടൻ തന്നെ വരണം എന്നും പറഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ മാതാപിതാക്കൾ ഭയന്നുപോയി. പെട്ടെന്ന് തന്നെ പൂനെയിലെ സസൂൺ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവർക്ക് ലഭിച്ച വാർത്ത സനം ഹസൻ ഇനി ഈ ലോകത്തില്ല.
അവൾ മരിച്ചുവെന്നായിരുന്നു. ഇന്നലെ വരെയും വളരെ സന്തോഷത്തോടു കൂടി നടന്നവൾ, കുടുംബത്തോടൊപ്പം ജന്മദിനം ആഘോഷിച്ചവൾ എങ്ങനെയാണ് അപ്രതീക്ഷിതമായി മരിച്ചു പോകുന്നത്? ആശുപത്രിയിൽ തന്നെ സനം ഹസന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. അവിടെ നിന്നാണ് നിരവധി തെറ്റിദ്ധാരണകളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സനം ഹസന്റെ ഹൃദയത്തിൽ 70% ബ്ലോക്കേജ് ഉണ്ടായിരുന്നു. അവളുടെ ലിവർ, വയർ, രക്തം എല്ലാത്തിലും മദ്യത്തിന്റെ അളവ് കണ്ടെത്തി. അതായത് അവൾ അന്നത്തെ ദിവസം അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ്. ഓവർഡോസ് കാരണം ഹൃദയാഘാതം വന്നവൾ മരിച്ചു. പോരാത്തതിന് ശരീരത്തിൽ നിന്നും ബീജത്തിന്റെ അംശവും കണ്ടെത്തി. ഇത് ഒരു ലൈംഗിക ബന്ധത്തിന്റെ സൂചനയാണ് നൽകിയത്. എന്നാൽ ഇതൊരു ബലാത്സംഗമാണോ, മദ്യത്തിന്റെ ഓവർഡോസ് മൂലമാണോ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സത്യത്തിൽ ഇതെല്ലാം കേട്ട് അവളുടെ മാതാപിതാക്കൾ വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയായിരുന്നു. ഫുട്ബോൾ കളിക്കുകയും ജിമ്മിൽ പോവുകയും ഫിറ്റ്നസും ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കുകയും ഒരിക്കലും മയക്കുമരുന്ന്, മദ്യപാനം ഒന്നും ഉപയോഗിക്കാത്ത ഒരു പെൺകുട്ടി, ഒരു 19 വയസ്സുള്ള പെൺകുട്ടി, അവൾ അമിതമായി മദ്യപിച്ച് ഹൃദയാഘാതം വന്ന് എങ്ങനെയാണ് മരിക്കുക? അവൾ ഒരിക്കലും മയക്കുമരുന്നോ മദ്യപാന വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു വിചിത്രമായ കാര്യം രേഖപ്പെടുത്തിയിരുന്നു. സനം ഹസന്റെ ശരീരത്തിലുള്ളത് ഒരു ആൺകുട്ടിയുടെ ഹൃദയമായിരുന്നുവെന്ന വെളിപ്പെടുത്തലായിരുന്നു വന്നത്. അതായത് അത് അവളുടെ സ്വന്തം ഹൃദയമല്ല, മറിച്ചൊരു ആൺകുട്ടിയുടെ ഹൃദയമായിരുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഹൃദയാഘാതമോ മദ്യത്തിന്റെ അമിത അളവോ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ സനത്തിന്റെ ശരീരത്തിലുള്ളത് ഒരു ആൺകുട്ടിയുടെ ഹൃദയമാണെന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം അത് തീർത്തും അവഗണിച്ചു, നിഷേധിച്ചു. തീർച്ചയായും മകൾക്ക് എന്തോ സംഭവിച്ചു എന്ന് അവർ വിശ്വസിച്ചു. അവർ കൂടുതൽ ഭീതിയിലായി. മകൾക്ക് എന്തോ ഗുരുതരമായ അന്യായം സംഭവിച്ചിട്ടുണ്ട്. അവളുടെ മരണത്തിൽ ഒരു വലിയ ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അവർക്കൊരു വലിയ സംശയം വന്നു. ഉടൻ തന്നെ മാതാപിതാക്കൾ ഹിർവാന പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു പരാതി നൽകി. അവർ പറഞ്ഞത് തങ്ങളുടെ മകളെ ആദ്യം ബലാത്സംഗം ചെയ്തു, പിന്നീട് അവളെ കൊലപ്പെടുത്തി. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നും പറഞ്ഞു. പോലീസ് പരാതി സ്വീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ റിപ്പോർട്ട് പ്രകാരം സനം ഹസന്റെ മരണം ആൽക്കഹോൾ ഓവർഡോസേജ് മൂലമുള്ള ഹൃദയാഘാതമാണെന്ന് രേഖപ്പെടുത്തി. ഇതിലും കൂടുതൽ വ്യക്തമായ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചതുമില്ല. പക്ഷേ സനം ഹസന്റെ മാതാപിതാക്കൾ ഈ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. അവർ ഈ ഒരു കേസ് CIDയിലേക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. 2012 ഒക്ടോബർ മാസം 3 സനം ഹസന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേ വർഷം തന്നെ ഈ ഒരു കേസ് CIDയിലേക്ക് കൈമാറി. CID അന്വേഷണം ആരംഭിച്ചു. ഒക്ടോബർ മാസം 2 രാത്രിയിൽ നടന്നതെല്ലാം കണ്ടെത്താനായി ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന 17 പേർ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനം CID റിപ്പോർട്ട് പ്രകാരം ആ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചത് മനീഷ് വിജയ് എന്ന വ്യക്തിയായിരുന്നു. പാർട്ടിയിലെ എല്ലാ ക്രമീകരണങ്ങളും അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. അതൊരു കോക്ടെയിൽ പാർട്ടിയായിരുന്നു. വിവിധ തരം മദ്യം, പലതരത്തിലുള്ള പാനീയങ്ങൾ എല്ലാം അവിടെ ലഭ്യമായിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ മനസ്സിലായത് പാർട്ടിക്കിടയിൽ മനീഷ് സനത്തെ ബലമായി മദ്യം കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. പതിയെ അമിത അളവിൽ മദ്യം കൈമാറിക്കൊണ്ടിരുന്നു. അങ്ങനെ അവളുടെ ആരോഗ്യം വഷളാകാനും തുടങ്ങി. പുലർച്ചെ 3 മണിയോടുകൂടി സനം 2-3 തവണ ഛർദ്ദിച്ചു. അവശനിലയിലായി. പക്ഷെ അപ്പോഴും അവൾക്ക് മരുന്നൊന്നും നൽകിയില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമില്ല. സനത്തിന്റെ മാതാപിതാക്കൾ ഒരു ഹോട്ടലിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. മനീഷ് അവരെ അറിയിച്ചതും ഇല്ല. പകരം അവളെ വിശ്രമിക്കാനായി ഒരു മുറിയിലേക്ക് പറഞ്ഞയച്ചു. അടുത്ത ദിവസം രാവിലെ 8:30 സനം ഉണരാതായപ്പോൾ മനീഷും ചില സുഹൃത്തുക്കളും അവളെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പരിശോധിച്ച ശേഷം സനം മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് മനീഷ് സനത്തിന്റെ പിതാവിനെ വിളിച്ചത്. അവളുടെ ഈ കുടുംബം പാർട്ടി നടന്ന സ്ഥലത്ത് നിന്നും വെറും കിലോമീറ്ററുകൾ മാത്രം അകലെയായിരുന്നു. അവളുടെ മാതാപിതാക്കളും സഹോദരനും എല്ലാം അവിടെ താമസിച്ചിരുന്നു. CIDയുടെ അന്വേഷണത്തിൽ പിന്നീട് അറിയാൻ സാധിച്ച മറ്റൊരു കാര്യം, മനീഷിന് ഈ ഒരു രീതിയിലുള്ള പാർട്ടി സംഘടിപ്പിക്കേണ്ട അനുമതി ഉണ്ടായിരുന്നില്ല. ഇത് 25 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം അനുവദനീയമായ ഒരു പരിപാടിയായിരുന്നു. അവൻ അത് നന്നായി അറിയാമായിരുന്നിട്ടും ആ ഒരു നിയമമെല്ലാം ലംഘിച്ച് പാർട്ടി സംഘടിപ്പിച്ചു. സനം വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി മദ്യം കുടിക്കാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ സംഭവം നടന്ന് 3 മാസത്തിന് ശേഷം 2013 ജനുവരി മാസം 23 CID IPC സെക്ഷൻ 304 പ്രകാരം മനീഷിനെ അറസ്റ്റ് ചെയ്തു. സനം ഹസന്റെ ശവസംസ്കാരം ഇതിനകം മുംബൈയിലെ വെൽസോവോ ഖബർസ്ഥാനത്ത് നടത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സംശയങ്ങൾ കേട്ട ശേഷം അവളുടെ മാതാപിതാക്കൾ വീണ്ടും ചോദ്യം ചെയ്യലുകൾ ഉയർത്തി. അതിനുശേഷം ആശുപത്രി അധികാരികൾ വെവ്വേറെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി. അതായത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും വിശദമായി പരിശോധിച്ചു. ഏതൊക്കെ അവയവങ്ങളിലാണ് അണുബാധയുള്ളത്, രോഗമുള്ളത് എന്നിവ കണ്ടെത്താൻ, വിലയിരുത്താൻ.
അവരുടെ എല്ലാ റിപ്പോർട്ടുകളും വിലയിരുത്തി ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മാതാപിതാക്കളുടെ ജനിതക ഘടനയുമായി പൊരുത്തപ്പെടുന്നോ എന്നും നോക്കി. എല്ലാം പൊരുത്തപ്പെട്ടു. പക്ഷേ ഒരൊറ്റ അവയവം, ഹൃദയം, അതിന്റെ ടിഷ്യൂ സാമ്പിളുകൾ സനം ഹസന്റെ മാതാപിതാക്കളുടെ സാമ്പിളുമായി പൊരുത്തപ്പെട്ടില്ല. ഡോക്ടർ പറഞ്ഞത് ഇത് ഒരു ആൺകുട്ടിയുടെ ഹൃദയമായിരിക്കാം എന്നാണ്. ഈ ഒരു വിചിത്രമായ കണ്ടെത്തൽ മാതാപിതാക്കൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാനായില്ല. ഇതിൽ എന്തോ ഒരു ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് അപ്പോഴും തോന്നാൻ തുടങ്ങി. അതിനാൽ അവർ മുംബൈയിലെ ഗലേന ഫോറൻസിക് ലാബിൽ ഒരു DNA പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. അവർക്കറിയാമായിരുന്നു ശവസംസ്കാരത്തിന് ശേഷം ശരീര സാമ്പിളുകൾ ലഭിക്കുക അസാധ്യമായ ഒരു കാര്യമാണെന്ന്. എന്നാൽ ഈ സസൂൺ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ മുൻകൂട്ടി തന്നെ സനം ഹസന്റെ ഹൃദയത്തിന്റെ ടിഷ്യൂ സാമ്പിൾസും ബ്ലഡ് സാമ്പിൾസും എല്ലാം ശേഖരിച്ചു വച്ചിരുന്നു. ഈ സാമ്പിളുകളും സനം ഹസന്റെ മാതാപിതാക്കളുടെ സാമ്പിളുകളും ഈ ഗലീന ലാബിലേക്ക് അയച്ചു. അവിടെ 10 തരത്തിലുള്ള ജനിതക സൂചനകൾ പരിശോധിച്ചു. അമിനോ ആസിഡുകൾ തുടങ്ങിയ പ്രോട്ടീൻ ഗ്രൂപ്പുകൾ എല്ലാം വിലയിരുത്തപ്പെട്ടു. റിപ്പോർട്ട് അനുസരിച്ച് അവളുടെ ജനിതക ഘടന, അവളുടെ ബ്ലഡ് സാമ്പിൾ എല്ലാം മാതാപിതാക്കളുമായി പൊരുത്തപ്പെട്ടു. പക്ഷേ ഒരു ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു ആൺകുട്ടിയുടെ ഹൃദയം എങ്ങനെ എത്തി? ഇതൊരു കിഡ്നിയെയോ കരളിനെയോ രക്തത്തെയോ മാറ്റിവെക്കുന്നത് പോലുള്ള ഒരു അവയവമല്ല. ഹൃദയം മാറ്റി സ്ഥാപിക്കുക എന്നത് നമുക്കറിയാവുന്ന കാര്യം. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പരിചയസമ്പന്നരായ ഡോക്ടേഴ്സ് ആവശ്യമാണ്. അത്യാധുനിക ഉപകരണങ്ങളും സൂക്ഷ്മമായ സമയവും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. ഹൃദയം ശരീരത്തിൽ നിന്ന് മാറ്റിയെടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മറ്റൊരാളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതൊരു ഓപ്പൺ ഹാർട്ട് സർജറി വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ. കൂടാതെ ഹൃദയം എന്നത് നിരവധി സങ്കീർണമായ അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് മുറിച്ചങ്ങനെ നീക്കം ചെയ്യാനൊന്നും സാധിക്കില്ല. കൂടാതെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വലിയ രൂപത്തിലുള്ള സെഷനുകൾക്ക് ശേഷം ഒരു പ്രത്യേക ടാങ്ക് മുതലായവ ഉപയോഗിച്ച് ഒരു നിശ്ചിത നടപടിക്രമമെല്ലാം പാലിക്കും. പക്ഷെ ഇതെല്ലാം വച്ച് നോക്കിയപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് സനത്തിന്റെ ശരീരത്തിൽ അത്തരം മുറിവുകളൊന്നും ഇല്ലായിരുന്നു. ഒരു പാട് പോലും ഇല്ലായിരുന്നു. എങ്കിലും CID കേസ് അന്വേഷിക്കുകയും കഴിയുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കും ഒരു ആശയക്കുഴപ്പമായിരുന്നു. ഇതിനുശേഷം ബോംബെ ഹൈക്കോടതി 2014 സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു കേസ് CBIക്ക് കൈമാറി. അടുത്ത ഈ ഒരു കേസിനുള്ളിലേക്ക് CBI വരികയാണ്. ആദ്യം ആ രാത്രി പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും വിശദമായി തന്നെ അവരോട് ചോദിച്ചു. പിന്നീട് CBI സംഘം ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി. പിന്നീട് സനത്തിന്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു. എന്നാൽ അന്നത്തെ ദിവസം, ആ പിറന്നാൾ സെലിബ്രേഷൻ നടന്ന അന്നത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളോ കോളുകളോ അങ്ങനെ ഒന്നും കണ്ടെത്താനായില്ല. അടുത്ത് ഈ സനം ഹസന്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ദിവസത്തെക്കുറിച്ച് CBI അന്വേഷിക്കാൻ തുടങ്ങി. 2012 ഒക്ടോബർ മാസം 3-ന് സനത്തിന്റെ മൃതദേഹത്തിന് പുറമെ മറ്റ് 4 മൃതദേഹങ്ങൾ കൂടി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അതായത് അന്നത്തെ ദിവസം മൊത്തം പോസ്റ്റ്മോർട്ടത്തിനായി 5 ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. പലതും സ്ത്രീകളുടേതായിരുന്നു, ഒന്ന് മാത്രമായിരുന്നു പുരുഷന്റേത്. ഈ ഒരു കണ്ടെത്തൽ പുതിയ സംശയത്തിന് അവിടെ കാരണമായി. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വേണ്ടി ചില സുപ്രധാന അവയവങ്ങൾ നീക്കം ചെയ്യും, പുറത്തേക്ക് എടുക്കും. പരിശോധനകൾ അവസാനിച്ച ശേഷം ഈ അവയവങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ശരീരത്തിൽ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഒരു പക്ഷേ ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമോ? സനത്തിന്റെ ഹൃദയവും മോർച്ചറിയിലെത്തിയ മറ്റൊരു പുരുഷന്റെ ശരീരത്തിൽ നിന്നും എടുത്ത ഹൃദയവും നീക്കം ചെയ്ത് ഒരു പക്ഷെ പരിശോധിച്ചിട്ടുണ്ടാകാം. ആശയക്കുഴപ്പത്തിൽ ഒരു പക്ഷെ പരസ്പരം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടാകാം. കൂടാതെ പോസ്റ്റ്മോർട്ടത്തിന് ഒരു നിയമമുണ്ട്. ഈ പ്രക്രിയയെല്ലാം പൂർണ്ണമായും വീഡിയോ ആയി റെക്കോർഡ് ചെയ്യണം, ഭാവിയിൽ സംശയങ്ങളൊന്നും ഉയരാതിരിക്കാൻ. പക്ഷെ ഈ കേസിൽ വീഡിയോ റെക്കോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് ഡോക്ടർ പറഞ്ഞത് അതിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നുവെന്നാണ്. എന്നാൽ സനത്തിന്റെ മാതാപിതാക്കൾ ഉറച്ച വിശ്വാസത്തിലായിരുന്നു. അവരുടെ മകളെ ബലാത്സംഗം ചെയ്തുവെന്നും പിന്നീട് അവളെ കൊലപ്പെടുത്തിയെന്നും. അവരുടെ അഭിപ്രായത്തിൽ ഇതിന് പുറകിൽ ഒരു ശക്തമായ വ്യക്തിയുടെ കൈയുണ്ട്, സ്വാധീനമുള്ള ഒരു വ്യക്തി. അല്ലെങ്കിൽ ഇത്ര വലിയ ഗൂഢാലോചന നടപ്പിലാക്കുക എങ്ങനെയാകും സാധ്യമാവുക? ഇങ്ങനെ സംശയങ്ങൾ ബാക്കിയായപ്പോൾ സനത്തിന്റെ മൃതദേഹം വീണ്ടും പരിശോധിക്കണമെന്ന് CBIക്ക് തോന്നി. പിന്നീട് സനത്തിന്റെ മൃതദേഹം സെമിത്തേരിയിൽ നിന്നും പുറത്തേക്കെടുക്കാനായി മുംബൈയിലെ വേഴ്സോവ ഖബർസ്ഥാനത്തെത്തി. അവിടെ നിന്നും സനത്തിന്റെ മൃതദേഹം പുറത്തേക്കെടുക്കാനായി അവർ അപേക്ഷിച്ചു. പക്ഷേ ഖബർസ്ഥാന സമിതിക്ക് അതിനുള്ളൊരു അനുമതി നൽകാനായില്ല. അവർ പറഞ്ഞത് ഇത് ആളുകളുടെ മതഭാവനകളെ വേദനിപ്പിക്കും, ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്നും പറഞ്ഞ് ആ ഒരു കമ്മിറ്റി ഇത് ചെയ്യാൻ വിസമ്മതിച്ചു. അത് 2016 ആയിരുന്നു. അതായത് സനം മരിച്ച് 4 വർഷമായി. ഇത്ര വർഷം കഴിഞ്ഞു,
പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അത് പുറത്തേക്ക് എടുക്കുക സമിതി പൂർണ്ണമായും നിരസിച്ചു. എങ്കിലും സനത്തിന്റെ അച്ഛൻ സമിതിയോട് അപേക്ഷിച്ചു, ദയവായി ഞങ്ങൾക്ക് സത്യം തെളിയിക്കാൻ ഒരവസരം നൽകുക, എന്റെ മകൾക്ക് നീതി ലഭിക്കണം. പക്ഷെ സമിതി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. തുടർന്ന് മറ്റു മാർഗമില്ലാതെ CBI കോടതിയിൽ നിന്നും ഒരു അനുമതി നേടി. അങ്ങനെ 2016 ഓഗസ്റ്റ് മാസത്തിൽ ഉയർന്ന സുരക്ഷയ്ക്കിടയിൽ സനം ഹസന്റെ ചില റിമൈൻസ് ശവക്കുഴിയിൽ നിന്നും ശേഖരിച്ചു. സനം ഹസന്റെ ബ്ലഡ് സാമ്പിൾസ് എല്ലാം കരീന ലാബിൽ നിന്നും എടുത്തു. തുടർന്ന് മാതാപിതാക്കളുടെ രക്തസാമ്പിൾസും എടുത്തു. ഇതിനുശേഷം ഈ വസ്തുക്കളെല്ലാം ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അവിടെ നിന്നാണ് പുതിയതും ഞെട്ടിപ്പിക്കുന്നതുമായ വിവരങ്ങൾ പുറത്തു വന്നത്. പരിശോധനയിൽ കണ്ടെത്തിയത് സനത്തിന്റെ ഹൃദയം ഒരു സ്ത്രീയുടേതാണ്. പക്ഷേ ആ സ്ത്രീയുടെ പ്രായം 50 മുതൽ 60 വയസ്സ് വരെ എന്നാണ് വിലയിരുത്തിയത്. ഇവിടെ സനത്തിന് വെറും 19 വയസ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഒരു 19 വയസ്സുകാരിയുടെ ശരീരത്തിൽ ഒരു 60 വയസ്സ് സ്ത്രീയുടെ ഹൃദയം എങ്ങനെ വന്നു? ഇത് ഈ ഒരു കേസിനെ വീണ്ടും കൂടുതൽ കുരുക്കിലാക്കി. ഒരു പക്ഷേ ഇത് സനത്തിന്റെ റിമൈൻസ് അല്ലെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ മാതാപിതാക്കളുടെ DNA പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വീണ്ടും DNA പരിശോധന നടത്തി. ശവക്കുഴിയിൽ നിന്നും കണ്ടെത്തിയ എല്ലാറ്റിന്റെയും DNA അവളുടെ മാതാപിതാക്കളുടെ DNA പൊരുത്തപ്പെട്ടു. പക്ഷേ സനത്തിന്റെ ഹൃദയത്തിന്റെ ടിഷ്യൂസ്, ആ സാമ്പിൾസ്, അത് അവളുടെ മാതാപിതാക്കളുടേതുമായി പൊരുത്തപ്പെട്ടില്ല. CBIക്ക് അപ്പോഴും വലിയ ആശയക്കുഴപ്പം. എങ്ങനെ ഇനി കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ അവർക്കറിയില്ല. സാധാരണ ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ ഹൃദയം പുറത്തെടുത്ത് ഒരു മേശപ്പുറത്ത് വച്ചാൽ പിന്നെ അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ പിന്നെ മരിച്ചയാളുടെ ഹൃദയം പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഒരു ഡോക്ടർക്കും എഴുതാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മാത്രം എങ്ങനെയാണ് ഹൃദയം പുരുഷന്റേതാണെന്ന് എഴുതിയത്? ഹൃദയത്തിന്റെ ഘടന നോക്കി പ്രായം അനുമാനിക്കാൻ സാധിക്കും, പക്ഷേ അത് 100% കൃത്യമായി വിവരിക്കാനും ആവുകയില്ല. സനത്തിന്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം 3 തവണ പരിശോധന നടത്തി. ഒരിക്കൽ അത് പുരുഷന്റേതാണെന്നും മറ്റൊരിക്കൽ സ്ത്രീയുടേതാണെന്നും മറ്റൊരിക്കൽ അവ്യക്തമാണെന്നും രേഖപ്പെടുത്തി. ഇതിലൂടെ ഉറപ്പായ ഒരേയൊരു കാര്യം സനം ഹസന്റെ യഥാർത്ഥ ഹൃദയം കാണാനില്ല എന്നത് മാത്രമാണ്. കൂടാതെ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് സനത്തിന്റെ ശരീരത്തിൽ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട മുറിവോ പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണോ ഇതിന് പിന്നിൽ എന്നുമുള്ള സംശയങ്ങളും ശക്തമായി. പിന്നീട് ഈ ഒരു കേസ് വലിയൊരു കോളിളക്കമായി തന്നെ മാറി. ഇതെങ്ങനെ പരിഹരിക്കാനാകുമെന്ന് ഭ്രാന്ത് പിടിച്ച് CBI അലയാൻ തുടങ്ങി. എന്നാൽ ഇവിടെ പ്രശ്നം ഹൃദയത്തെക്കുറിച്ച് മാത്രമല്ല. ശരീരത്തിൽ നിന്നും കാണാതായ ഹൃദയത്തിനൊപ്പം ബീജത്തിന്റെ അംശവും കണ്ടെത്തിയിരുന്നു. അതിനാൽ പ്രണയത്തിന്റെ കോണിൽ നിന്ന്, ശത്രുതയുടെ കോണിൽ നിന്ന്, സനത്തിന്റെ നേട്ടങ്ങളിൽ അസൂയപ്പെടുന്ന ഒരാൾ, അവളുടെ കുടുംബത്തിന്റെ സമൃദ്ധിയിൽ അസൂയപ്പെടുന്ന ഒരാൾ, ഇങ്ങനെ എല്ലാ കോണിൽ നിന്നും CBI ഈ ഒരു കേസ് അന്വേഷിച്ചു. പക്ഷെ ഒരു സൂചന പോലും ലഭിച്ചില്ല. തങ്ങളുടെ മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് മാതാപിതാക്കൾ വിശ്വസിക്കുന്നു. അത് ചെയ്ത വ്യക്തിക്ക് ഉയർന്ന തലത്തിലുള്ള സ്വാധീനമുണ്ട്, ഉയർന്ന ബന്ധങ്ങളുണ്ട്. ഇനി ഇതൊരു കൊലപാതകമല്ല എന്ന് ചിന്തിച്ചാൽ പോലും അവിടെയും വീണ്ടും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യം ഈ കേസിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയാം. ആദ്യത്തേത്, ഫോറൻസിക് തെളിവുകൾ തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം. ആദ്യത്തെ റിപ്പോർട്ടിൽ ഹൃദയം 70% ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു. പിന്നെ ഹൃദയം പുരുഷന്റേതെന്നും പിന്നീട് സ്ത്രീയുടേതാണെന്നും പറഞ്ഞു. DNA പരിശോധനയിൽ ഹൃദയത്തിന്റെ ടിഷ്യൂസ് സനം ഹസന്റേതുമായി പൊരുത്തപ്പെടുന്നില്ല അങ്ങനെയും പറഞ്ഞു. ഇതിലൂടെ വ്യക്തമാകുന്നത് ഫോറൻസിക് പ്രക്രിയയിൽ ഒരു വലിയ പിഴവ് അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് ഈ മെഡിക്കൽ നിരീക്ഷണത്തിലെ വീഴ്ചകളാണ്. ഒരു 19 വയസ്സുകാരി ഫിറ്റ്നസ് പാലിക്കുന്ന പെൺകുട്ടി ഹൃദയാഘാതം മൂലം മരിക്കുന്നത് അപൂർവമാണ്. അതും ആൽക്കഹോൾ ഓവർഡോസ് എന്നത് വിശ്വസിക്കാനാകാത്തൊരു കാര്യം തന്നെയാണ്. അവൾ അങ്ങനെ മദ്യപിക്കുന്ന ഒരു പെൺകുട്ടി അല്ല എന്ന് കുടുംബവും പറയുന്നു. അപ്പോൾ ഓവർഡോസ് ആണ് മരണത്തിന് കാരണം എന്നത് വീണ്ടും അവിടെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. അടുത്ത പാർട്ടിയിൽ നടന്ന സംഭവങ്ങളാണ്. പാർട്ടി സംഘടിപ്പിച്ചത് മനീഷ് വിജയ് എന്നയാളാണ്. അയാൾ അനുമതിയില്ലാതെ മദ്യം വിതരണം ചെയ്തു. സനത്തോട് മദ്യം കുടിക്കാൻ നിർബന്ധിച്ചിട്ടുമുണ്ട്. അവൾ ബോധരഹിതയാകുമ്പോൾ പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ വീഴ്ച വരുത്തി. ഇതിലൂടെ ഒരു പക്ഷേ ലഹരി കാരണം, അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യത്തിലുള്ള ഒരു കുറ്റബോധം കാരണം, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റ് പുറം ലോകം അറിയുമോ എന്നുള്ളൊരു ഭയം കാരണം ഇതെല്ലാം മറച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടാകാം. അടുത്തത് ഈ ഹൃദയം മാറിയ ആ ഒരു കാര്യം. പോസ്റ്റ്മോർട്ടം സമയത്തെ ശരീരങ്ങൾ ഒരുമിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനാൽ ഹൃദയം തെറ്റായി മാറ്റപ്പെട്ടിരിക്കാം. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതായത് ഇത് മനുഷ്യന്റെ പിഴവ് തന്നെ ആയിരിക്കണം, ഗൂഢാലോചനയാകാൻ സാധ്യതയില്ല. ന്യായമായ രീതിയിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ സനം ഹസന്റെ മരണം അപകടം അല്ലെങ്കിൽ മെഡിക്കൽ അശ്രദ്ധയുടെ ഭാഗമായിരിക്കാം. പക്ഷേ അന്വേഷണത്തിലെ വീഴ്ചയും
ഫോറൻസിക് പിഴവുകളും കാരണം സത്യം വ്യക്തമാകാതെ പോയി. ഈ ഒരു കേസ് നമ്മെ പഠിപ്പിക്കുന്നത് അന്വേഷണം എത്ര നിഷ്ഠയോടെ നടത്തണം എന്നാണ്. ഫോറൻസിക് പ്രക്രിയയിലെ ഒരു ചെറിയ പിഴവ് പോലും നീതി അട്ടിമറിക്കാൻ കഴിയും. ഇനി ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. നിങ്ങളുടെ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം? ഒരു അപകടമായിരിക്കുമോ, അല്ലെങ്കിൽ കൊലപാതകമായിരിക്കുമോ? കൊലപാതകമാണെങ്കിൽ ആര് ചെയ്തിട്ടുണ്ടാകും? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് നിങ്ങളെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോകുന്നതിന് മുൻപായി ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.